ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. കേളി ഹെയർ റൂട്ടീൻ ചെയ്യാണ് കേട്ടോ. അതായത് കേളി ഹെയർ ആക്കാനുള്ള നമ്മൾ ഈ ഒരു ക്രീം ഇട്ടിട്ടാണ് ചെയ്യണത്. കേളി ഹെയർ റൂട്ടീൻ ചെയ്തിട്ട് നമുക്ക് എൻ്റെ മുടി എത്രത്തോളം കേളാവും എന്നാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെത് ഇങ്ങനെയാണ് കേട്ടോ മുടി. ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. കുറച്ച് വേവി ആയിട്ടുള്ളൊരു ഹെയറാണ്. എന്നാൽ ഭയങ്കരമായിട്ട് കേളി അല്ല, കുറച്ച് വേവി ആയിട്ടുള്ളതാണ്. എന്നാൽ ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ളതും അല്ല. അപ്പോൾ എൻ്റെ മുടിയിൽ എത്രത്തോളം ഈ ഒരു കേളി ഹെയർ റൂട്ടീൻ എത്രത്തോളം വർക്കാവും എന്നാണ് നോക്കാൻ പോണത്. അപ്പം ഞാൻ ഈ ഒരു ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അറാട്ടയുടെ കേളി ഹെയർ ക്രീമും കേളി ഹെയർ ജെല്ലുമാണ്. അറാട്ട തന്നെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യാന്നാണ് തോന്നുന്നത്. ARATA എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകിയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഈ കേളി ഹെയറിൻ്റെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റിയ അതാവും കേട്ടോ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബെനിഫിറ്റ് തരിക, അതായത് എഫക്റ്റീവ് ആകുക. അപ്പം നമ്മളിവിടെ കുളിച്ച് വന്ന് നനഞ്ഞിരിക്കുകയാണ് കേട്ടത്. എൻ്റെ മുടി കുളിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ചീപ്പൊന്നും തൊടാതിരുന്നാൽ കുറച്ച് കേളായിട്ടാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കുളിച്ചിട്ടുള്ള ഇതെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ ഈ ഒരു നനഞ്ഞ പരുവത്തിൽ തന്നെ ഈ റൂട്ടീൻ ചെയ്യാൻ നോക്കണം. അതെല്ലാം നമ്മൾ കുറച്ച് ഉണങ്ങിയിട്ടാണ് ചെയ്യണതെങ്കിൽ ഇത് വർക്കാവാൻ കുറച്ച് പണിയാണ് കേട്ടോ. അതായത് ഇതിന് ഒരു വെറ്റ് ഹെയർ തന്നെ വേണം. അതായത് എന്താ പറയുക, ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഹെയറിൻ്റെ റിസൾട്ട് അത്ര പെർഫെക്റ്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറ്റ് ഹെയർ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കേളി ഹെയർ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതൊരു അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈ ക്രീം രണ്ടും എടുക്കണം കേട്ടോ. എടുത്താലുള്ളൂ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. നമ്മൾ വിചാരിച്ച ആ റിസൾട്ട് കിട്ടുക. ഇച്ചിരി നമ്മൾ പിശുക്കെടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ റിസൾട്ട് അതിനനുസരിച്ച് കുറയും. കുറച്ചധികം പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ അത്രയും പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു സൈഡിലിട്ടിട്ട് ഭയങ്കരമായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സ്ക്രഞ്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന് പ്രോഡക്റ്റും അത്യാവശ്യം എടുക്കണം. ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ വെറ്റ് ഹെയർ ആവുകയും വേണം. നമ്മൾ കുളിക്കണം നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഒരു സ്പ്രേ ഉള്ള ബോട്ടിൽ എടുത്തിട്ട് മുടി നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ അത്യാവശ്യം പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഒരു കോംബ് യൂസ് ചെയ്തിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിന് ജട കളഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ഇതിന് കോംബ് യൂസ് ചെയ്യൂല. അതായത് പിന്നെ നമ്മൾ ഈ കോംബ് നമ്മുടെ തലയിൽ തൊടിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലായിടത്തും എത്തുകയും ചെയ്യും. എന്നാൽ നമ്മൾ ആ ജടയും എല്ലാം പോയിട്ട് ഒന്ന് പെർഫെക്റ്റ് ആവുകയും ചെയ്യുന്ന ഓർത്താണ് ഞാനിപ്പോൾ ഈ കോംബ് യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ മുടിയിൽ മാത്രമാണ് ഈ ക്രീംസ് യൂസ് ചെയ്യണത്. നമ്മൾ റൂട്ടിൽ തട്ടിക്കണേയില്ല. റൂട്ടിൽ ആരും തട്ടിക്കരുത്. നമ്മൾ ഹെയറിന് മാത്രമാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഈ സ്ക്രഞ്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനിത് സ്പീഡിലിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യണതിൻ്റെ ഇരട്ടി സ്ക്രഞ്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ റിസൾട്ട് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അതിന് കുറച്ചുകൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് കുറച്ചുകൂടെ ക്ഷമയിൽ കുറച്ചുകൂടെ നേരം സ്ക്രഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സ്ക്രഞ്ചിങ്ങിന് തന്നെ പല രീതി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. പല തരത്തിൽ നമുക്ക് സ്ക്രഞ്ച് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഭയങ്കര കേൾസ് കിട്ടും. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് കേൾസ് വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയുള്ള കേൾസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുടി മുന്നിക്കിട്ടിട്ട് അങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലുള്ളൂ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ സ്ക്രഞ്ച് ചെയ്തിട്ടത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? കേളി ഹെയർ ജെല്ല് യൂസ് ചെയ്തിട്ടാണ് ഇതുവരെ നമ്മൾ സ്ക്രഞ്ച് ചെയ്തത് കേട്ടോ. അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് കേളി ഹെയർ ക്രീമാണ്. ഈ സമയത്ത് നമ്മൾ
അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം എടുത്തിട്ട് കയ്യിലിങ്ങനെ എല്ലാ സൈഡിലും ആക്കിയിട്ട് ഈ മുടിയിൽ മാത്രം വീണ്ടും സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ കോംബ് യൂസ് ചെയ്യണില്ല, ഇത് നമ്മൾ സ്ക്രഞ്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കോംബ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ എൻ്റെ ചെമ്മയുടെ പരമാവധി ഞാൻ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ സ്ക്രഞ്ച് ചെയ്യുന്തോറും കൂടുതലായിട്ട് നല്ല ഭംഗിയുള്ള കേൾസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഈ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സ്ക്രഞ്ച് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങളെ ബെസ്റ്റ് റിസൾട്ട് കേട്ടോ. ഇതാണ് ബെസ്റ്റ് റിസൾട്ട് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രോഡക്റ്റ് എടുത്തിട്ട് രണ്ട് സൈഡും നല്ല സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു കേൾസ് ചെയ്തിട്ട് എനിക്കിഷ്ടമായി. നമ്മൾ ഹീറ്റ്ലെസ് കേളാണ്. പിന്നെ ഈ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയത് ഒരു ദിവസത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഹീറ്റില്ലാതെ കേൾസ് യൂസ് ചെയ്ത്, അതായത് ഒന്ന് വെറൈറ്റി ആയിട്ട് പോകണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കേൾസ് ആയിട്ട് പോവാം. അതല്ല ഇപ്പം ഇന്നിങ്ങനെ ചെയ്തിട്ട് നാളത്തേക്കാണ് വേണ്ടതെങ്കിൽ എനിക്കെന്തായാലും കഴിയില്ല. കാരണം നമ്മുടെ ഹെയർ നമ്മൾ ഉറങ്ങുകയാണല്ലോ രാത്രി, അപ്പോൾ നമ്മൾ കിടക്കൊക്കെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പോണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ജട നന്നായിട്ട് കെട്ടുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് രാവിലെ ചെയ്തിട്ട് ആ ഒരു ദിവസത്തേക്ക് പോവാം. അപ്പം അത് നല്ലതാണ്. പിന്നെ അത്യാവശ്യം നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കുഞ്ഞു ട്യൂബിനാണ് പറയണത് 249 രൂപയാണ്. രണ്ടിനും കൂടെ 400 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ക്രീമും കൂടെ നമ്മൾ ഇത് ചെയ്യാൻ മേടിക്കണം കേട്ടോ. നമ്മൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മേടിച്ചില്ലെങ്കിൽ പോലും 2 ക്രീം ആവശ്യമാണ്. അപ്പോൾ കുറച്ച് ഒരു ക്രീമിന് 249 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. അതെ, അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ഇനി കുറച്ച് ഉണങ്ങുമ്പോൾ, അതായത് മുടി ഒന്ന് ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള രൂപം എന്ന് പറയണത്. ഇത് മുടി അത്യാവശ്യം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ളൊരു കോലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുടി നല്ലയും കൂടിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതേ കേൾ ചെയ്തതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കരമായിട്ട് ഓളിയ മുടി ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ നനഞ്ഞിട്ടുള്ള മുടി നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ എനിക്കെന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ മുടി ഒന്ന് എന്താ പറയുക കൂട്ടി പിടിച്ച് കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പം ഞാനിതിൽ എവിടെയോ കാണിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ സ്ക്രഞ്ച് ചെയ്യാണ്. എനിക്ക് തോന്നി ഇതായപ്പോഴാണ് എനിക്ക് തോന്നിയത് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, കൂടുതലായിട്ട് നല്ല കേൾസ് വരുന്നുണ്ട് എന്ന്. എനിക്കെന്തായാലും നമുക്ക് നമ്മൾ പ്രത്യേക ഒക്കേഷനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്ത് പോകാനും വെറൈറ്റിക്ക് ചെയ്ത് പോവാം. സ്ട്രെയിറ്റ് ഹെയർ മാറ്റിയിട്ട് ഒന്ന് കേൾസ് ആക്കാന്നൊക്കെ തോന്നുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ കുറച്ച് ക്ഷമയും കുറച്ച് സമയവും വേണം കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ. പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, മുടി കെട്ടിയാൽ എങ്ങനെ ഉണ്ടാകും, മുടി അഴിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നോക്കുമായിരുന്നു. എനിക്ക് തോന്നിയത് മുടി ഇങ്ങനെ അഴിച്ചിടുന്നേക്കാൾ നല്ലത് ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട് എന്ന്. അപ്പം ഞാൻ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യുന്നൊക്കെ. കുറച്ച് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കുഞ്ഞു ട്യൂബ് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ഒരു 2-3 കൂടിപ്പോയി ഒരു 4 യൂസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം പ്രോഡക്റ്റ് യൂസ് ചെയ്യണം കേട്ടോ. ഇത് സ്ക്രഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അതായത് പിശുക്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് റിസൾട്ട് കുറഞ്ഞു പോണ പോലെ തോന്നണത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാക്സിമം ഒരു 4 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത് ഈ 2 ക്രീംസ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് മുടിയൊന്നും ഒതുങ്ങിയിരിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം അതൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലോറിയലിൻ്റെ ഒരു സെറം യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രഞ്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് മുടിയിൽ ആ ഒരു നമുക്ക് ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പരിപരിപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു സെറം കൂടെ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് സ്ക്രഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊന്ന് ഇങ്ങനെ പൊക്കി കെട്ടി വെച്ച് നോക്കിയാൽ നല്ല ഭംഗിയിലേ കാണാം. നല്ല വോളിയം ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇങ്ങനെ കെട്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനിത്
ട്രൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാനൊന്ന് മുടി കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് നടുവഴവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ച് കെട്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നമ്മളെ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എനിക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ വേറൊരു ക്ലിപ്പും കൂടെ ഇതിൻ്റെ ഇടയിൽ കൊടുക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.